നമസ്കാരം. നിമിഷപ്രിയയുടെ മോചന ശ്രമത്തിനായി 6-അംഗ നയതന്ത്ര സംഘത്തെ കേന്ദ്ര സർക്കാർ നിയോഗിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. 2 പേർ ആക്ഷൻ കൗൺസിൽ പ്രതിനിധികളും 2 പേർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ പ്രതിനിധികളും 2 പേർ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥരും എന്ന തരത്തിലുള്ള സംഘത്തെ നിയോഗിക്കണം എന്നാണ് ആവശ്യം. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ കണ്ട് മാപ്പ് അപേക്ഷിക്കുന്നതിനും ദിയാദന ചർച്ചകൾ നടത്തുന്നതിനുമായാണ് സംഘത്തെ നിയോഗിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ ഈ ആവശ്യത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ വലിയ തിരിച്ചടിയുണ്ടാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുമ്പോഴും കോടതി നടപടികളും കേന്ദ്ര സർക്കാർ സമീപനവും ആശാവഹമാണ്. നിമിഷപ്രിയയുടെ കുടുംബത്തിന് നിയമസഹായം നൽകുന്നുണ്ട് എന്നും മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉറപ്പു നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ തുടർ നീക്കങ്ങൾ ആകും ഇനി നിർണായകമാകുക. സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. പ്രതിസന്ധി അയ്യുമോ എന്നാണ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് BJP നേതാവ് മനു പ്രസാദ്, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആക്ഷൻ കമ്മിറ്റി, ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ മജീദ് കക്കാട് കേരള മുസ്ലിം ജമാഅത്ത് പ്രതിനിധി, ശ്രീ ആരിഫ് ഹുസൈൻ നിരീക്ഷകർ എന്നിവർ ആണ്. ആദ്യം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഇന്ന് കോടതിയിൽ ഈ വിഷയം പരിഗണിക്കപ്പെടുമ്പോൾ ആക്ഷൻ കമ്മിറ്റി എത്രത്തോളം ശുഭപ്രതീക്ഷ പുലർത്തുന്നുണ്ട്? അഭിലാഷ്, ഞങ്ങൾ 100% കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഞങ്ങൾ 100% ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഈ മിഷൻ വളരെ സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടലോടുകൂടി കുറച്ചുകൂടി അക്കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് വ്യക്തതയും കുറച്ചുകൂടി ആത്മവിശ്വാസവും ഉണ്ടാകുന്ന സമീപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇന്ന് രാവിലെ തന്നെ 10:30 അറ്റോർണി ജനറൽ മെൻഷൻ ചെയ്ത് ഈ കേസ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും 3 ആഴ്ച കേസ് മാറ്റിവെക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന കൂടി സുപ്രീം കോടതി മുമ്പാകെ വെക്കുകയാണ്. ഒരു 6-അംഗ കമ്മിറ്റിയെ ഈ ചർച്ചകൾ നയിക്കാൻ വേണ്ടി നിയോഗിക്കണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യാത്രാവിലക്ക് നിൽക്കുന്നുണ്ട്. ആ യാത്രാവിലക്കിനകത്ത് ഇളവ് നൽകണം. ഈ 6-അംഗ കമ്മിറ്റിക്കകത്ത് 2 അംഗങ്ങൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും 2 അംഗങ്ങൾ ഈ ചർച്ചകൾ നയിക്കുന്ന ശ്രീ കാന്തപുരം നിർദ്ദേശിക്കുന്ന 2 അംഗങ്ങളും അതോടൊപ്പം 2 അംഗങ്ങൾ കേന്ദ്ര സർക്കാർ തയ്യാറാകുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികളായ 2 അംഗങ്ങളും, അങ്ങനെ 6 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ അതിന് അവർക്കുള്ള വിയോജിപ്പ് അറിയിക്കുകയുണ്ടായി. ചർച്ചകൾ നയിക്കേണ്ടത് അമ്മയാണ്, അമ്മ അവിടെ ഉണ്ട്, ബന്ധുക്കളാണ് ചർച്ചകൾ നയിക്കേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് ചർച്ച നയിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരൊരു ഡൊമസ്റ്റിക് വർക്കർ ആയതുകൊണ്ട്, മലയാള ഭാഷ മാത്രം അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരുടെ പരിമിതമായ ഈ സാഹചര്യങ്ങളാണ് ഈ ചർച്ചകൾ നയിക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് എന്ന് കോടതി അറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമിതി വേണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ആദ്യം കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കണം. അതിനുശേഷം അവർ അംഗീകരിക്കുന്നതാണെങ്കിൽ ദയാദന ചർച്ചകൾ, ആ എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ആ എമൗണ്ട് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രൗഡ് ഫണ്ടായി പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. അപ്പൊ ഇതിനെല്ലാം ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നയതന്ത്ര തലത്തിലുള്ള കോർഡിനേഷനും വേണം. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ കോടതി മുമ്പാകെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിന് തടയിടാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് പോകേണ്ട കാര്യമില്ല ഇത്തരം ഒരു സമിതി എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ എടുത്തത്. അതേസമയം ബെഞ്ചിന്റെ ഭാഗത്ത് കേസ് പരിഗണിച്ച ബെഞ്ച് ആര് ചർച്ച നടത്തിയാലും ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നുള്ള നിലയ്ക്കുള്ള ഒരു സമീപനം എടുക്കുകയും തുടർന്ന് ഞങ്ങളോട് ഒരു റെപ്രസെന്റേഷൻ നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുമ്പാകെ ഒരു അപേക്ഷ നൽകാൻ വേണ്ടി ഇപ്പോ ഇളവ് നൽകുന്നതിന് വേണ്ടി ഇളവ് നൽകാൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് അക്കാര്യം പരിഗണിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സ്വതന്ത്രമായി ആ കാര്യത്തിനകത്ത് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ സുപ്രീം കോടതിയുടെ ഒരു സമീപനം തന്നെ ഞങ്ങളോട് ഇത്തരത്തിൽ പോകേണ്ടതില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുന്ന സമയത്ത് ആര് പോയാലും ശരി കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള സമീപനമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ കോടതിക്കും അറ്റോർണി ജനറലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കാമെന്ന് അദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും നാളെ ആയിരിക്കും മിക്കവാറും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിക്കുക, കേന്ദ്ര സർക്കാർ സമർപ്പിക്കുക. അടിയന്തരമായി അത് അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അതിനകത്തൊരു തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഞങ്ങൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുകയും അതിലും ഞങ്ങൾ നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതി സർക്കാരുമായി തുടർന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ്. സർക്കാർ പ്രതിനിധികൾ കൂടി ഇതിൽ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം കൂടി ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അവിടെ ശ്രീ സുഭാഷ് ചന്ദ്രൻ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് 2 സംശയങ്ങൾ. ഒന്ന്,
ഇനി ഈ വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത് 3 ആഴ്ചയ്ക്ക് ശേഷമാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം വധശിക്ഷ നടപ്പിലാക്കേണ്ട തീയതിക്ക് തൊട്ടു മുമ്പായിരുന്നു അത് മാറ്റിവെച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അത് കാന്തപുരത്തിൻ്റെ ഉൾപ്പെടെയുള്ള ഇടപെടലുകളുടെ ഭാഗമായിട്ട് എന്ന് ഒരു ഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിനോട് തന്നെ ഇന്നലെ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൽ അറിവില്ല, മറിച്ച് മറ്റു ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ്. എന്തുമായിക്കൊള്ളട്ടെ, ഇപ്പോഴും ഈ വധശിക്ഷ എത്ര നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നതിൽ വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ വിഷയം പരിഗണിക്കാൻ പോകുന്ന 3 ആഴ്ച എന്നത് ഒരു വലിയ കാലതാമസം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടോ? 2, താങ്കൾ തന്നെ പറഞ്ഞെടുത്ത്, അതായത് കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചത് ഇത്തരം ചർച്ചകളിൽ ബാഹ്യമായ ഇടപെടലുകൾ നല്ലതായിരിക്കില്ല എന്നാണ്. അതായത് നിമിഷപ്രിയയുടെ കുടുംബമാണ് ഈ വിഷയത്തിൽ തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തേണ്ടത് എന്ന് പറയുമ്പോൾ അതിപ്പോൾ ആക്ഷൻ കമ്മിറ്റിയെ പോലും കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അപ്പോൾ ബാഹ്യമായ ഒരു ഇടപെടൽ എന്ന നിലയിലല്ലേ നോക്കിക്കാണുക. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിന്മേൽ ഒരു മാറ്റം ഇനി ഉണ്ടാകും കേന്ദ്രത്തിന് എന്ന് പ്രതീക്ഷിക്കാനാകുമോ? തീർച്ചയായും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം കേന്ദ്ര സർക്കാർ പ്രാഥമികമായി ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ പഴയ കേസുകൾ പറയേണ്ടി വരും. അമ്മയുടെ യാത്രാനുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 3 തവണ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. 2022-ലും 2023-ലുമായി 3 തവണ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ആദ്യ തവണ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിഭാഷകനെ നിമിഷയ്ക്ക് വേണ്ടി അഭിഭാഷകനെ ഏർപ്പെടുത്താമെന്ന് അറിയിക്കുകയും പിന്നീട് യാത്രാ അനുമതിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും അഭ്യർത്ഥന നൽകി. അന്നത് തള്ളി. രണ്ടാമത് വീണ്ടും റിപ്പറ്റേഷനായി ഞങ്ങൾ സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതി മുമ്പാകെ പോയി. അപ്പോൾ സർക്കാരിനോട് വീണ്ടും പരിഗണിക്കാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും സർക്കാർ അത് പരിഗണിച്ചുകൊണ്ട് തള്ളി. 3ാമത് ഞങ്ങൾ പോകുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിനോട് വളരെ സ്പെസിഫിക് ആയി കോടതി ചോദിച്ചു, നിങ്ങൾ ഈ നെഗോസിയേഷൻ നടത്താൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പൊ കേന്ദ്ര സർക്കാർ ഈ സുപ്രീം കോടതിയിൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിന്റെ പരിമിതികൾ, സർക്കാരിന്റെ പ്രയാസങ്ങൾ സൂചിപ്പിച്ചു. അപ്പൊ കോടതി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ത്യൻ സിറ്റിസനെ കൊലയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് അവിടെ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ അത് കേന്ദ്ര സർക്കാർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അമ്മയോട് പോകണ്ടെന്ന് പറയാം. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് പോയി മകളെ രക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് യാത്രാ അനുമതി ഡൽഹി ഹൈക്കോടതി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കേസിനകത്ത് അമ്മയുണ്ട് എന്ന് പറയുന്ന സമയത്ത് അമ്മയുടെ പരിമിതികൾ ഞങ്ങൾ കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കോടതി അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ റെപ്രസെന്റേഷൻ കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ സബ്മിഷനുകളായിരുന്നു നേരത്തെ അഭിലാഷ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇത്തരത്തിലുള്ള ഇത് 2 വ്യക്തികൾ തമ്മിൽ നടക്കേണ്ടതാണ്. പക്ഷെ ആ അഭിപ്രായങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിന് മുൻഗണന കിട്ടിയത് കൊണ്ടാണ്, ഞങ്ങൾ പറഞ്ഞ സബ്മിഷന് മുൻഗണന കിട്ടിയത് കൊണ്ടാണ് സ്വാഭാവികമായും ആ ഒരു ഉത്തരവിലേക്ക് ഇന്ന് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. സുപ്രീം കോടതി അത്തരം ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ അപേക്ഷ പരിഗണിക്കുമെന്നുള്ള ഒരു നല്ല ശുഭാപ്തി വിശ്വാസം തന്നെയാണുള്ളത്. കാരണം ഞങ്ങൾ ഒരിക്കലും കേന്ദ്ര സർക്കാരുമായി ഏറ്റുമുട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുള്ള തോന്നലിന്റെ ഭാഗമായി പോകുന്നതല്ല. ഞങ്ങൾ പൂർണ്ണമായും ഇതിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശരി, ഇവിടെ ശ്രീ മനുപ്രസാദ്, ഇതാ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ നിർണായകമായ പങ്കുവഹിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ കോടതിയിലേക്ക് എത്തുമ്പോൾ പോലും അവിടെ കേന്ദ്രത്തിൻ്റെ നിലപാട് എന്ത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇനിയും നമുക്ക് ബോധ്യപ്പെടുന്നത് അത്തരത്തിലാണല്ലോ. ഇപ്പോൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അത് വർഷങ്ങളായി ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതൊരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ പരിമിതികളുണ്ട്. പക്ഷേ സാധ്യമായ ഇടപെടലുകൾ, കൂടുതൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കുക ഇപ്പോഴും ഭരണകൂടങ്ങൾക്കാണല്ലോ. ഇപ്പോൾ കോടതി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊരു നിർദ്ദേശം, അതിനോട് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്രം പറയുന്നത് ബാഹ്യമായ ഇടപെടലുകൾ നല്ലതായിരിക്കില്ല എന്നുള്ളൊരു നിരീക്ഷണമായിരുന്നു നടത്തിയത്. ഒരു പക്ഷേ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ നയതന്ത്രം എന്നത് അത്രമേൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യത്ത്, മതനയതന്ത്രം എന്നത് കുറച്ചുകൂടി പ്രാക്ടിക്കലാകുന്ന ഒരു രാജ്യത്ത് അത്തരം സാധ്യതകൾക്ക് കേന്ദ്രം കൂടുതൽ ഇടം നൽകും, പരിഗണന നൽകും. അങ്ങനെ വേണമോ പ്രതീക്ഷിക്കാൻ? ശ്രീ മനു, താങ്കൾ അൺമ്യൂട്ട്. യെസ്, ഞാൻ തിരികെ എത്താം. ഞാൻ വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഇനി എന്ത് നിലപാട് അറിയിക്കുമെന്നതിന് ഇനി കോടതിയുടെ മുന്നിലേക്ക് വിഷയം എത്തുമ്പോഴാണ് അറിയാൻ സാധിക്കുക. അതല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ആക്ഷൻ കമ്മിറ്റിയുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. താങ്കളുടെ ഒരു പ്രതീക്ഷ എന്താണ് ഈ വിഷയത്തിൽ? ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ
അതായത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ 2 പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ കാന്തപുരത്തിൻ്റെ 2 പ്രതിനിധികൾ, ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ 2 പ്രതിനിധികൾ, ഈ നിലയിലുള്ള ഒരു സംഘം ഈ വിഷയത്തിൽ ഇടപെടുകയും ആശയവിനിമയം നടത്തിയാൽ ഒരു പക്ഷേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമായേക്കാം എന്ന പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ അഭിലാഷ്, 6 അംഗ സംഘത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരം. അതെ, 6 അംഗ സംഘത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ കോടതിയിൽ ബോധിപ്പിക്കുകയും അതേക്കുറിച്ച് കൃത്യമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോടതി അതിൻ്റെ അഭിപ്രായം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ചോദിച്ചിരിക്കുകയാണ്. അതെ. ഇപ്പോൾ ആ കണക്കിൽ നോക്കുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കോർട്ടിലാണ് പന്ത് ഇപ്പോൾ ഈ നിമിഷം. ഇവിടെ നോക്കേണ്ട കാര്യം എന്താണ്? കുറച്ച് ക്ലാരിറ്റിയോടുകൂടി ഇതിനെ ഒന്ന് സമീപിച്ചാൽ 2 സ്റ്റേക്ക് ഹോൾഡേഴ്സേ ഉള്ളൂ, ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നിമിഷപ്രിയാസ് ഫാമിലി ആൻഡ് തലാൽസ് ഫാമിലി, ഈ 2 ഫാമിലിയേ ഉള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സുചിന്തിതമായ അഭിപ്രായം അവർ അനൗപചാരികമായി ഇപ്പോൾ പറയുന്നത്, ഈ 2 ഫാമിലികൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട വിഷയമാണ്. മാപ്പ് കൊടുക്കേണ്ടത് തലാലിൻ്റെ ഫാമിലിയും. മാപ്പ് കൊടുത്ത് കഴിയുമ്പോഴാണ് ദിയാധനത്തിൻ്റെ, ബ്ലഡ് മണിയുടെ ഒരു പ്രസക്തി ഉണ്ടാകുന്നത്. നിലവിൽ മാപ്പ് കൊടുക്കുന്നതുമായി യാതൊരു സൂചനയും ആധികാരികമായി വന്നിട്ടില്ല. ദിയാധനം എന്ന് പറയുന്നത് ഇപ്പോൾ കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്ന പണം $40,000 ട്രാൻസ്ഫർ ചെയ്തു യമനിലുള്ള ഒരാൾക്ക്, ആക്ഷൻ കൗൺസിലിൽ മുൻപ് ആക്റ്റീവായി പ്രവർത്തിച്ചിരുന്ന, ഇപ്പോൾ അങ്ങനെ അധികം പ്രവർത്തിക്കുന്നില്ല എന്ന് ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു എന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നോക്കൂ ശ്രീ അഭിലാഷ്, വേദനാജനകമായ ഒരു കാര്യം. ഞാനൊരു ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് പറഞ്ഞോട്ടെ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്. അതിൻ്റെ കൃത്യമായ മലയാള പരിഭാഷ എന്ന് പറഞ്ഞാൽ ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല എന്നതിൻ്റെ ഒരു പരിഭാഷയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണമെന്ന് ഒരു ജനത, ഒരു ദേശം, ഒരു രാജ്യം ആഗ്രഹിക്കുന്നു. ഇവിടെ അതിനുവേണ്ടി ആത്മാർത്ഥമായി ഒരുപാട് പേര് മുന്നിട്ട് വരുന്നു. അവർക്കൊക്കെ പലർക്കും നേരിട്ട് റീച്ച് ചെയ്യാൻ ആവാത്ത രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആണ്, കോംപ്ലക്സ് ആണ്, ദുരൂഹമാണ് ആ രാജ്യത്തിൻ്റെ യമനിലെ നീതിന്യായ സംവിധാനവും സാമൂഹ്യ ഘടനയും. അത് പല ലേയേഴ്സ് ആൻഡ് ലേയേഴ്സ് ഓഫ് ഗോത്രങ്ങൾ, ആ ഗോത്ര സംസ്കാരം. അപ്പോൾ ഈ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ ഒരു വ്യക്തിക്ക്, ഒരു ബ്രദറിന് മാത്രം ചെയ്യാവുന്നൊരു കാര്യമല്ല. ഗോത്ര മൂപ്പന്മാരുടെ അനുവാദം വേണം, അവർക്ക് തുടർന്നും അവിടെ ജീവിക്കണം, അഭിമാനത്തിൻ്റെ വിഷയമുണ്ട്. ഇപ്പം വളരെ ലളിതയുക്തിയോടുകൂടി കുറേ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ മാപ്പ് ലഭിക്കും, അങ്ങനെ വിട്ടുപോരാം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു ലളിതവൽക്കരണമാണ്. അപ്പോൾ അത്ര ലളിതമല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഒരു ക്രെഡിബിൾ ഏജൻസി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ നോക്കൂ, എത്ര ശാന്തമായിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ വിഷയം കൈകാര്യം ചെയ്തത്. ഒരൊറ്റ പ്രസ്താവന വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഔപചാരികമായി ഒരു പ്രസ്താവനയും വന്നിട്ടില്ല. അത് കാരണം യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ല. ഇത് മാത്രമല്ല, യാത്രാ വിലക്കുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനെ കൂടി പ്രേരണ കൊണ്ടാണ് പ്രേമകുമാരി എന്ന നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് അവിടെ പോകാൻ സാധിച്ചതും ഇപ്പോൾ സാമുൽ ജെറോമിൻ്റെ അതിഥിയായി അവരവിടെ താമസിക്കുന്നതും അതുകൊണ്ടാണ്. പക്ഷെ അവിടെ ദ ത്രെഡ് ഈസ് വിത്ത് പ്രേമകുമാരി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ല, അറബിക്ക് അറിയില്ല, മലയാളമല്ലാതെ മറ്റ് ഭാഷകളൊന്നും തന്നെ വഴങ്ങില്ല. പക്ഷെ അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അമ്മയോടൊപ്പം ഒരാളെങ്കിലും ഉണ്ടാകണം. അത് ഫാമിലിയിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരാളെങ്കിലും ഉണ്ടാകണം. ആ രീതി മാത്രമേ ഒരുപക്ഷെ അവരംഗീകരിക്കൂ. സാഹചര്യം ഒരുക്കാൻ അപ്പോൾ ഇവിടെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കാര്യം പറഞ്ഞു, അബൂബക്കർ മുസ്ലിയാരുടെ കാര്യം പറഞ്ഞു. തീർച്ചയായും വലിയ ഒരു വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ ഇവിടുത്തെ മർക്കസ് അവരുമായി സംസാരിക്കുകയും അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുമായി സംസാരിക്കുകയും അതിൽ തന്നെ കാന്തപുരത്തിന് നേരിട്ട് പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ അതിഥിയായി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുള്ള ഷെയ്ഖ് ഹബീബ്, അദ്ദേഹവുമായി സംസാരിക്കുകയും അദ്ദേഹവും അനൗപചാരികമായി വഴിയൊരുക്കി. ഇതിൻ്റെ പേരാണ് ട്രാക്ക് ടു ഡിപ്ലോമസി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഔപചാരികമായ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇല്ലാത്തപ്പോൾ ദ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദി പോസിബിൾ ഓപ്ഷൻ. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനൊരിക്കലും എതിര് നിന്നിട്ടില്ല. ട്രാക്ക് ടു ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ദൂതന്മാർ, ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ശക്തമായ രാജ്യമാണ്, നേരിട്ടുള്ള നയതന്ത്രവും അനൗപചാരിക നയതന്ത്രവും നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അനൗപചാരിക നയതന്ത്രത്തിൻ്റെ ഒരു കാര്യവും പുറത്ത് പറയാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിയില്ല, റോയ്ക്ക് കഴിയില്ല. പക്ഷേ എല്ലാ രാജ്യത്തും, ലോകത്തെ മിക്ക രാജ്യങ്ങളിലും ഇന്ത്യക്ക് ഏജന്റുമാരുണ്ട്.
അത് രഹസ്യ ഏജന്റ് എന്ന് പറയുന്നത് ശരിയല്ല, ഒരു പ്രത്യേക കുൽസിത പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഏജൻസ് അല്ല, കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ഇന്റർലൊക്യൂട്ടേഴ്സ് ഉണ്ട്, യമനിലുമുണ്ട്. അവരുമായി നിരന്തരം വിദേശകാര്യ മന്ത്രാലയം സംസാരത്തിലാണ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉള്ള സൂചന. അത് നിലനിൽക്കെ അത് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് രംഗത്ത് വരുമ്പോൾ അവരെല്ലാം രംഗം സജ്ജീകരിക്കുക. പ്രേമകുമാരിയും അവരോടൊപ്പം 1-2 പേര്, ഫാമിലി റെപ്രസെന്റ് 2-3 പേര്, തലാലിന്റെ ഫാമിലി 2-3 പേര്. ആത്യന്തികമായി ഈ സംഭാഷണത്തിൽ മാത്രമേ കൃത്യമായി ഒരു ആദ്യം വരേണ്ടത് മാപ്പ് എന്ന ഒരു കാര്യം തത്വത്തിൽ അംഗീകരിക്കപ്പെടണം. പിന്നീടാണ് ദയാത്തിനൊക്കെ വരേണ്ടത്. ആ നാൾ വഴികളാണ് അഭികാരം. അവിടെ താങ്കൾ ഇത് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഒരു സംശയം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാകാം, പക്ഷേ ഈ കാന്തപുരത്തിൻ്റെ ഇടപെടൽ, അതായത് ഈ വധശിക്ഷ മാറ്റിവെക്കുന്നു എന്ന വിവരമടക്കം പുറത്തു വന്നത് കാന്തപുരത്തിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒരു സദുദ്ദേശത്തോടെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നത് നമുക്കറിയാം. സാമൂൽ ജെറോമിനെ സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ന്യൂസ് 18 തന്നെ വ്യക്തമാക്കിയതാണ്. സാമൂൽ ജെറോമിനെ ആക്ഷൻ കമ്മിറ്റി ചുമതലപ്പെടുത്തിയെങ്കിലും വേണ്ടത്ര ഉത്തരവാദിത്വം പുലർത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സാമൂൽ ജെറോം ഈ വധശിക്ഷ മാറ്റിവെച്ചതിന് ശേഷമുണ്ടാകുന്ന പ്രതികരണങ്ങളിലും അങ്ങനെയൊന്നില്ല എന്ന മട്ടിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരുന്നു തുടക്കത്തിൽ വന്നത് എന്നതാണ്. അപ്പോൾ അവിടെ ഈ മതപരമായൊരു നയതന്ത്രം, അത് ഈ സൂഫി പണ്ഡിതനുമായി കാന്തപുരം നടത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാകാമല്ലോ. അപ്പോൾ നയതന്ത്ര കാര്യാലയങ്ങളില്ലാത്തൊരു രാജ്യത്ത് ഗോത്രവിഭാഗങ്ങളും അതിൻ്റെ തലവന്മാരും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരം സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ മോഹൻ വർഗീസ്? ശ്രീ അഭിലാഷ്, എല്ലാ മുങ്ങിത്താഴുന്നവനെ കച്ചുത്തുരുമ്പ് കണ്ടാലും പിടിക്കും. ആ കച്ചുത്തുരുമ്പിനും അതിൻ്റെതായ ബലമുണ്ട്. അണ്ണാറക്കണ്ണനും തന്നാലായത്. അപ്പോൾ തീരെ ഒരു അണ്ണാറക്കണ്ണനല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെതായ സ്വാധീനമുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ നേരിട്ട് കടന്നു ചെല്ലാനാവാത്ത ഇടങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പ്രവേശിക്കാൻ മതഘടനകൾക്കും മതപണ്ഡിതന്മാർക്കും അവരൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വഴി ഒരുക്കുന്നതിന് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ ആക്ഷേപം, അല്ലെങ്കിൽ എൻ്റെ ഒരു ആശങ്ക, ആക്ഷേപം എന്നതിനേക്കാൾ ആശങ്ക, ഒരുമിച്ച് നിന്ന ശ്രീ സാമുൽ ജെറോമും ഈ പറയുന്ന നമ്മളുടെ പാനലിലുള്ള സുഭാഷ് ചന്ദ്രനും എല്ലാവരും തന്നെ ഇപ്പോൾ പല തട്ടിലായി നിൽക്കുന്നു എന്ന പ്രതീതിയാണ് മാറി നിന്ന് നോക്കുമ്പോൾ മറ്റ് നിരീക്ഷകർക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇത് ആക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത് ഏക മനസ്സോടുകൂടി പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാതെ ഏകോദര സഹോദരങ്ങളെ പോലെ പ്രവർത്തിച്ചുകൊണ്ട് സിംഗിൾനെസ് ഓഫ് പർപ്പസ്, നിമിഷപ്രിയയുടെ മോചനം, അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയങ്ങളുണ്ട് അഭിലാഷ്, അത് പെട്ടെന്ന് പറയാം. അതായത് നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടേണ്ടതുണ്ടോ? അവിടുത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് എല്ലാ ശിക്ഷകളും അനുഭവിക്കേണ്ടതല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വളരെ അനാരോഗ്യപരമായ ഡിബേറ്റുകൾ സമൂഹത്തിൽ നടക്കുന്നു. അവിടെയും ഒരാശങ്കയുണ്ട്. ഈ ഡിബേറ്റുകളെല്ലാം തന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ്, സോഷ്യൽ മീഡിയയിലും മുഖ്യധാര. അപ്പം ഇതെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം മാറ്റിക്കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ആവശ്യമായി, ജനതയുടെ ആവശ്യമായി, ഫാമിലിയുടെ ആവശ്യമായി ഇത് വരികയും ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെളിവാരി എറിയലുകൾ പരമാവധി അവസാനിപ്പിക്കുകയും ചെയ്താൽ നന്ന്. റൈറ്റ്. എന്തായാലും ശ്രീ സുഭാഷ് ചന്ദ്രൻ, എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ഈ കുടുംബവുമായി, അതായത് ഞാൻ സൂചിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ കുടുംബവുമായി, അമ്മയുമായി ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? പ്രത്യേകിച്ച് ഈ സാമൂൽ ജെറോം അടക്കമാണല്ലോ നിമിഷപ്രിയയുടെ അമ്മയ്ക്കടക്കം സംരക്ഷണം ഒരുക്കുന്നത്. സ്വാഭാവികമായും ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ നിമിഷപ്രിയയുടെ അമ്മയുമായി ബന്ധത്തിലുണ്ട്, അമ്മയുമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിമിഷപ്രിയയുടെ അമ്മയുമായി ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. അത് ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഹൻ വർഗീസിന് ഇതിന്റെ സീക്വൻസ് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഇന്നലെ ഒരു പരിധി വരെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒന്നുകൂടി വളരെ ചുരുങ്ങി വിശദീകരിക്കാൻ പറയാം. 2017 തൊട്ടിട്ടാണ് ഈ വിഷയവുമായി സാമുവൽ ജെറോം ബന്ധപ്പെടുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. 2017 നിമിഷപ്രിയ അറസ്റ്റിലാകുന്നത്. 2020 വിചാരണ കോടതി അവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അതിനുശേഷമാണ് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഉണ്ടാകുന്നത്. അതുവരെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നത് സാമുവൽ ജെറോം ആയിരുന്നു. അന്ന് ആ അമ്മ തങ്ങളുടെ നാട്ടിലെ ഭൂമിയും വീടും ഒക്കെ വിറ്റുകൊണ്ട് കേസ് നടത്താൻ വേണ്ടി ഒരു വക്കീലിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാമുവൽ ജെറോമിനോട് ആവശ്യപ്പെടുകയും, എന്നാൽ അങ്ങനെ ഒരു വക്കീലിനെ അവിടെ ലഭ്യമായിട്ടില്ല, ഒരു നിയമസഹായം ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരമാണ് പിന്നീട് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ശരി.
പിന്നീട് ആക്ഷൻ കൗൺസിൽ നടത്തിയ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഒരു ഇന്ത്യൻ ഗവൺമെന്റ് ഒരു അപ്പലേറ്റ് കോടതിയിൽ പിന്നെ വിചാരണ കോടതിയിൽ നിമിഷപ്രിയയ്ക്ക് ഒരു പിന്നെ ഇന്ത്യൻ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. പിന്നീട് അതിനുശേഷം ഇത് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഒരു അപ്പീൽ നൽകാൻ വേണ്ടിയുള്ള വക്കീലിനെ വെച്ചു കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ജുഡീഷ്യൽ കൗൺസിലിന് മുമ്പാകെ ഞങ്ങൾ അപ്പീൽ നൽകുന്നത് പിന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്ത് അമ്മയുടെ ആദ്യത്തെ യാത്രാനുമതിക്കുള്ള പെറ്റീഷൻ കേന്ദ്ര സർക്കാർ എതിർക്കുമ്പോഴാണ് ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പിന്നെ കേന്ദ്ര സർക്കാർ അവിടെ അപ്പീൽ ഫയൽ ചെയ്യുന്നത്. ഈ മൂന്ന് ജഡ്ജ്മെന്റുകളും ഈ നിമിഷം നമ്മൾ ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന സമയം വരെ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനുവേണ്ടി $4000 ഞങ്ങൾ സാമുവൽ ജെറോമിന് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഈ സമയം വരെ ഞങ്ങൾക്ക് ആ ജഡ്ജ്മെന്റുകൾ കിട്ടിയിട്ടില്ല. മറ്റൊന്ന് $40,000 നേരത്തെ സൂചിപ്പിച്ച ഈ ചർച്ചകൾക്കായി 2 ഘട്ടങ്ങളിലായി $40,000 കൊടുത്തിട്ടും ഇതിന്റെ ഒരു അപ്ഡേറ്റും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വന്നത്. 2024 ഡിസംബറിൽ ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സ്വമേധയാ 2ാം ഘട്ട പണം ലഭിച്ചതിന്റെ പിറ്റേന്ന് ഡിസംബർ 27-ാം തീയതി ഞങ്ങൾ 2ാം ഘട്ട പണം പിന്നെ എംബസിക്ക് അയച്ചു കൊടുക്കുന്നു. അത് 28-ാം തീയതി അവിടെ ഈ പറയുന്ന സാമുവൽ ജെറോമിനും അഭിഭാഷകനും കൈമാറുന്നു. 28-ാം തീയതി തന്നെ തന്റെ ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹം ലെഫ്റ്റ് അടിച്ചു പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കണ്ടക്റ്റുള്ള ഒരാളെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി ചർച്ച ചെയ്യണമെന്ന് പിന്നെ മാത്യു വർഗീസ് എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയില്ല. എങ്ങനെ ഇത്തരത്തിലുള്ള ആളെ ഞങ്ങൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു. ഞങ്ങൾ നടുക്കടലിന്റെ നടുക്കായിരുന്നു. ആ നടുക്കടലിന്റെ നടുക്ക് നിൽക്കുന്ന സമയത്താണ് ഒരു പ്രതീക്ഷയുടെ നാമ്പായി കാന്തപുരം ഈ ചർച്ചകൾ നയിക്കാൻ വേണ്ടി വരികയും അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ വെച്ചിരിക്കുന്ന പിന്നെ ഈ പറയുന്ന പ്രതിനിധി സംഘം എന്ന് പറയുന്നതിനകത്ത് ഈ രണ്ടുപേർ ആ യമനിനകത്ത് കൃത്യമായി ഇടപെടാൻ സാധിക്കും. ഒന്ന് ഈ അഡ്വക്കേറ്റ് ഹുസൈൻ സഖാഫി എന്ന് പറയുന്ന ഡോക്ടർ ഹുസൈൻ സഖാഫി എന്ന് പറയുന്നയാളും ഹാമിദ് എന്ന് പറയുന്നയാളും ഈ ഹുസൈൻ സഖാഫി എന്ന് പറയുന്നയാള് ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ പിന്നെ ലോക പ്രശസ്തമായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന് നന്നായി യമനെ സൊസൈറ്റിയെ കുറിച്ച് അറിയുന്നതാണ്. യമനിൽ പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അത്തരത്തിൽ യമൻ സൊസൈറ്റിയിലെ ഈ കോംപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള ട്രൈബൽ കോംപ്ലിക്കേഷൻസ് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ്. പിന്നെ ഹാമിദ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹം കാന്തപുരത്തിന്റെ ചെറുമകനാണ്. സ്വന്തം ചെറുമകനെ തന്നെ ഒരു മിഷന് വേണ്ടി പറഞ്ഞയക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള ഒരു കോൺഫിഡൻസ് ശ്രീ കാന്തപുരത്തിനുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം പിന്നെ സാഹിബിനുണ്ടെങ്കിൽ അത് ആ കോൺഫിഡൻസ് ഉപയോഗപ്പെടുത്തണം എന്നുള്ള തീരുമാനം തന്നെയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ എടുത്തിരിക്കുന്നത്. സഹായമാണ് ഞങ്ങൾ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും ശ്രീ മജീദ് കക്കാട്, ഈ ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് എത്തുന്നത് ഈ സൂചിപ്പിക്കുന്ന പോലെയുള്ള 2 പ്രതിനിധികൾ, അത് അഡ്വക്കേറ്റ് സുഹൈൽ സഖാഫിയും ഒപ്പം ഹാമിദും ആണ്. ഇത് യഥാർത്ഥത്തിൽ ഈ കാന്തപുരവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടന്ന ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണോ ഈ ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ ഇങ്ങനെ 2 പേരുകൾ കൂടി നിർദ്ദേശിക്കുന്നത്? അഭിലാഷ്, ഇതില് വളരെ വ്യക്തമായി പറയാവുന്നത് ഇതൊരു വലിയൊരു ടേൺ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ് ഈ വിഷയം. അതെ, ഇതില് ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇപ്പോ ഒരു വലിയൊരു ടേൺ പോയിന്റിലാണുള്ളത്. ഈ ടേൺ പോയിന്റിനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഇതുവരെ ഉണ്ടായിരുന്ന അപ്രസക്തമായ നീക്കങ്ങൾ ഒരു ഫലം കാണാത്ത ഒരു നീക്കങ്ങൾക്കൊടുവിൽ അവസാന നിമിഷത്തിലെങ്കിലും ഇതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ഇറങ്ങുകയും ഈ നിമിഷപ്രിയയുടെ പിന്നെ ശിക്ഷ താൽക്കാലികമായിട്ടെങ്കിലും മരവിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ച ഈ ഒരു അവസാന നിമിഷത്തിൽ ഇടപെട്ട ആളുകൾക്ക് ഇനിയും ഇതിന്റെ തുടർച്ച ചെയ്യാൻ സാധിക്കുമെന്ന ആക്ഷൻ കൗൺസിലിന്റെ ആളുകളുടെ ചിന്തയ്ക്ക് വളരെ പോസിറ്റീവായിരിക്കുന്ന ഒരു ലെവലുണ്ട്. എന്ന് മാത്രമല്ല, അവർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതയില് പ്രധാനപ്പെട്ട ഒരു 3 പോയിന്റ് ഞാൻ ഉന്നയിക്കാം. ഒന്ന്, ഈ കുടുംബങ്ങളുമായി ഇത്രയും കാലം നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് കുടുംബങ്ങളെ കണ്ടെത്താനോ അവരുമായി ബന്ധപ്പെടാനോ അവിടുത്തെ ഗോത്രവർഗ രൂപങ്ങളെ ലെയറുകളെ ഒക്കെ മനസ്സിലാക്കിയിട്ട് നേരിട്ട് ചെന്ന് ഒരു സന്ധി സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഒരു രംഗ സംഭാഷണത്തിലേക്ക് ഇടപെടാനോ കഴിയുന്ന സാഹചര്യമില്ലാതിരിക്കെ അതിലേക്ക് കൊണ്ടുവന്ന കാന്തപുരത്തിന്റെ പ്രതിനിധികളെ അടുത്ത ഒരു തുടർ ചർച്ചയിലേക്കും ഇതിലേക്ക് ഇംപ്ലിമെന്റ് ആക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ടാണ്, പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ടാമത്തത്, അങ്ങനെ ഒരു ചർച്ച തുടർന്ന് 2ാം ഘട്ട ചർച്ചയിലേക്ക് കടന്നു പോകുമ്പോൾ ഇതിന്റെ ദിയാദനം നൽകേണ്ട സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞു ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ സാഹചര്യം വരട്ടെ നമുക്ക് ആശിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ തുടർച്ചയായി ആ ദിയാദനം കളക്ട് ചെയ്യേണ്ടതും അത് ശേഖരിച്ച് ബന്ധപ്പെട്ട നിയമപരമായ മാർഗത്തിലൂടെ വേണം അതിനെ ബന്ധപ്പെട്ട കക്ഷികളിലേക്ക് എത്തിക്കാൻ. നമുക്ക് ഇവിടുന്ന് അത് കറൻസി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒക്കെ അനുവാദം വേണം. അപ്പൊ അതിന്റെ കലക്ഷൻ അടക്കമുള്ള സംഗതികൾ, ഇതിന്റെ കൈമാറ്റ രീതികൾക്കൊക്കെ
ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ ഈ ചർച്ചയിലും കാര്യങ്ങളിലും അനിവാര്യമാണ്. മൂന്നാമത്തെ വിഷയം, അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് നിയമ കടമ്പകളിലൂടെ കടന്നു പോകേണ്ടത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഈ ദൗത്യ സംഘത്തിൽ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാട്, ഈ ആക്ഷൻ കൗൺസിലുണ്ടായ കാഴ്ചപ്പാട് ബുദ്ധിപൂർവമായ ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. അവിടെ ആളുകളുടെ എണ്ണം കൂടി പാമ്പ് ചാവാതിരിക്കുന്നോ ചാവുന്നോ എന്നതല്ല, വ്യത്യസ്ത സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾ എല്ലാത്തിനെയും ഒരുമിച്ച് കൂട്ടി ഒരു ദൗത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ എന്തൊക്കെയാണ് അവിടെ അഭിമുഖീകരിക്കപ്പെടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അത് പരിഹരിക്കാൻ പറ്റുന്ന വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളെ അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കാൻ കഴിയുന്ന ആളുകളെ ഈ ഒരു ദൗത്യ സംഘത്തിലേക്ക് ഉൾപ്പെടുത്തുക എന്ന വളരെ തന്ത്രപരമായ ബുദ്ധിപരമായ ഒരു നീക്കമായിട്ടാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ആക്ഷൻ കൗൺസിലിന്റെ ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇനി ഇവിടെ ഒന്നാം ഘട്ടത്തിൽ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ച സാഹചര്യത്തിൽ കേരളത്തിലുണ്ടായ പൊതു മീഡിയകളിൽ, പൊതു പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായ ഒരുപാട് അനാവശ്യമായ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്, അസഹിഷ്ണുതകൾ ഉണ്ടായിട്ടുണ്ട്, അസൂയകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിൽ വ്യക്തികളോ അല്ലെങ്കിൽ ആളുകളോ ക്രെഡിറ്റ് അവകാശപ്പെടാനാണെന്ന രൂപത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പുതിയ നീക്കം, അതായത് ഇപ്പോഴുള്ള സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിലേക്ക് ഇനി അത് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ദൗത്യ സംഘത്തിന്റെ നിർദ്ദേശം, ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിനും പരിഹാരമായി. ഇനി ക്രെഡിറ്റ് അവകാശപ്പെടുന്നത് ആര് എന്നതും വിഷയമില്ലല്ലോ ഇവിടെ. നമുക്ക് പ്രശ്നം രമ്യമായി പരിഹരിച്ച് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തി കേരളത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ദൗത്യത്തിന് ഏറ്റവും ശക്തമായ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള ആളുകളുടെ ആ ഒരു ദൗത്യ സംഘത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം നന്നായിരിക്കും. അതിൽ കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്ന 2 വ്യക്തികളെ കുറിച്ച് സുഭാഷ് ചന്ദ്രൻ സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഡോക്ടർ ഹുസൈൻ സഖാഫി, അദ്ദേഹം ഈ ബഹുഭാഷാ പണ്ഡിതനാണ്, അതോടൊപ്പം യമനിലുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഈ ഉമർ ഹഫീദുമായിട്ട് ആത്മബന്ധം, കാന്തപുരം ഉസ്താദിനെ പോലെ കാന്തപുരം ഉസ്താദിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള ആത്മബന്ധമുള്ള ആളാണ്. അതുപോലെ ഒരുപാട് ഇപ്പോ കേരളത്തിലെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ഉള്ള ഒരു വ്യക്തിയാണ് ഇത്തരം ചർച്ചകൾക്ക് സാധിക്കുന്നത്. മറ്റൊന്ന്, ഹാമിദ് എന്ന് പറയുന്ന ആള് ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളാണ്. ഈ വിഷയത്തിൽ ദൗത്യ സംഘത്തിന്റെ കൂടെ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരാളാണ്. ആ നിലയിൽ ഈ ഒരു ദൗത്യത്തിനെ അല്ലെങ്കിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു നിർദ്ദേശം, ദൗത്യ സംഘം എന്ന നിർദ്ദേശത്തിനെ പോസിറ്റീവായി കാണാനാണ് നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കേരളീയരും കാണേണ്ടത് എന്ന വിനീതമായ ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ സന്നദ്ധത കാണിച്ച ഈ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ. ശരി. ഇപ്പോൾ ശ്രീ ആരിഫ് ഹുസൈൻ കൂടി ചർച്ചയുടെ ഭാഗമാകുമ്പോൾ, ശ്രീ ആരിഫ് ഹുസൈൻ, ഇതിലിപ്പോൾ എന്തൊക്കെ അഭിപ്രായ ഭിന്നതകളും നിലപാടുകളും ഒക്കെ ഉണ്ടായാലും നിമിഷപ്രിയയെ മോചിപ്പിക്കാമെങ്കിൽ അവർ മോചിതയാകട്ടെ എന്നാണ് ഒരു പൊതു വികാരം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി ചർച്ചകൾ നടക്കുന്നു. അവിടെയാണ് കേന്ദ്ര സർക്കാർ ഈ ബാഹ്യമായ ഇടപെടലുകൾ എത്രത്തോളം ഗുണം ചെയ്യുമെന്നതിൽ സംശയം പ്രകടിപ്പിക്കുന്നത്. ഇവിടെ ഈ ആക്ഷൻ കൗൺസിൽ ഒരു നിർദ്ദേശം വെക്കുന്നത് 6 അംഗ സമിതിയെ രൂപീകരിക്കണം, ആ സമിതി തുടർ ചർച്ചകൾ നടത്തട്ടെ എന്നുള്ളതാണ്. പലപ്പോഴും ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ കൃത്യമായ ഒരു നയതന്ത്ര ചർച്ചകളൊന്നും സാധ്യമാകാത്ത ഇടമാണ്. അവിടെയാണ് ഒരു റിലീജിയസ് ഡിപ്ലോമസിക്ക് സാധ്യതയുണ്ടോ എന്ന സംശയമുണ്ടാകുന്നത്. അപ്പോഴും എല്ലാത്തിനും ഉപരിയായി മതം നിൽക്കുന്ന ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രദേശത്ത് കൂടി, ഈ പറയുന്ന തടവിൽ ഉള്ള മേഖലയൊക്കെ വളരെ കൃത്യമായി ഹൂതികളുടെ, അതായത് ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഭരിക്കുന്ന പ്രദേശമാണ്. സനയിലെ ജയിലിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ പലര് ചേർന്നിട്ടുള്ള ദൗത്യമാകട്ടെ, അതിന് അന്തിമമായി എത്രത്തോളം നമുക്ക് പ്രതീക്ഷ പുലർത്തേണ്ടതായി വരും, എത്രത്തോളം ദുർഘടവും ശ്രമകരവുമാണ് ആ ദൗത്യം? വളരെയധികം ദുർഘടമായ ഒരു പാത തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത് തന്നെയാണ് നമ്മളെ ഇത് ചർച്ച ചെയ്യുന്നതിലേക്ക് ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ 16-ാം തീയതി നടക്കേണ്ട ഒരു വധശിക്ഷ അത് നീട്ടിവെച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും അത് റദ്ദാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ് ഈ കുടുംബത്തെ അനുനയിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് അവർക്ക് അതിൽ നിന്ന് പിന്മാറാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ, ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് അതിനകത്ത് മറ്റു വഴികൾ തേടാനുള്ള വഴികൾ,
അതാണ് ഇപ്പോൾ ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് ഇവിടം വരെ നമ്മൾ കണ്ടിട്ടുള്ള ചർച്ചകളിൽ നിന്നും അതിൻ്റെ പ്രതികരണങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അത് എളുപ്പമല്ലാത്തതിന് പല തലങ്ങളിലുള്ള കാരണമുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റീസൺസ് എന്ന് നമ്മൾ പറയുന്നതും ഇന്ന് അതിലൂടെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ചില ഇപ്പോൾ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തേക്കുള്ളതാണ് ഈ വിഷയത്തിന്റെ കാതലായ വശമായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിലെ നിയമപരമായ ശരിയ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ അതിന്റെ മറുവശത്ത് നിൽക്കുന്നു. ഇത് രണ്ടും കൂടി നിൽക്കുന്നതിന് അപ്പുറത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നതാണ് ഈ ഓണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വിഷയം. അതായത് ഈ കുടുംബം ഇങ്ങനെ ഒരു സംഗതി തീരുമാനം എടുക്കുമ്പോൾ അത് ആ കുടുംബത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, അത് ആ വ്യക്തിയിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല, അത് അവരുടെ ഗോത്രത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ചുറ്റുപാടിൽ ആ ഉമ്മത്തിൽ തന്നെ വലിയ തോതിൽ റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അത് നമുക്ക് ആ ഒരു രീതിയിൽ അതിനെ മനസ്സിലാക്കിയാൽ മാത്രം പിടികിട്ടുന്ന ഒരു കാര്യമാണ്. അത് എല്ലാത്തിലും നമ്മൾ പറയാറുണ്ട്. ഇവിടെ അത് പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി, ഈ ഓണർ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു വഴി തേടേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഞാനിതിനെ കാണുന്നത് ഇത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഈ സെക്യുലർ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വഴികൾക്കപ്പുറം ഈ മതപരമായിട്ടുള്ള സംഗതികൾ നമ്മളുടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു നാട് ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നത് നമ്മൾ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് സത്യത്തിൽ ഇതൊക്കെ വഴിവെക്കുന്നത്. അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. അപ്പോൾ ദുർഘടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഘടമാണ് എന്ന് തന്നെയാണ് ഇത് കാണുന്നത്. എളുപ്പമല്ല. ഏതായാലും ഇവിടെ വളരെയധികം ശുഭ പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഞാനും അതൊക്കെ തന്നെയാണ് ഉള്ളത്. കാരണം അടിസ്ഥാനപരമായിട്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു സംഗതിയോട് എതിർപ്പുള്ള വ്യക്തിയാണ്. കാരണം നമുക്ക് ഒരു ആധുനിക സമൂഹത്തിൽ നമുക്കത് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത് പരമാവധി കുറയ്ക്കണം. പക്ഷെ നമ്മളത് പറയുമ്പോഴും ഇന്ത്യ പോലും പല കേസുകളിലും ഈ വധശിക്ഷകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രാജ്യം തന്നെയാണ്. അതും നമുക്കറിയാം. അപ്പോൾ വധശിക്ഷ കൊടുക്കുന്നത് കൊണ്ടും ഒരു രാജ്യം പിന്തിരിപ്പനാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയും പിന്തിരിപ്പനാണെന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം ഇതിനകത്ത് അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അതിന് മറുപടിയായിട്ട് നമുക്ക് കിട്ടുന്ന റെസ്പോൺസസ് ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന വശമായിട്ട് വരുന്നത്. അവിടെയാണ് മറ്റ് ഘടകങ്ങൾ കടന്നു വരുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മറ്റു വഴികൾ, ഇതുപോലുള്ള തേർഡ് പാർട്ടി ഇന്റർവെൻഷൻസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് എന്നത് ഓർക്കുമ്പോഴാണ് ഇത് അത്ര എളുപ്പമല്ല എന്ന് പറയേണ്ടി വരുന്നത്. അതായത് താങ്കൾ ഈ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇപ്പോൾ തന്നെ ഈ തലാലിൻ്റെ സഹോദരൻ ഈ പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാണ്. അബ്ദുൽ ഫത്താ മഹ്ദി, അത് അദ്ദേഹം തന്നെയാണോ പോസ്റ്റ് ചെയ്യുന്നത് എന്നതിലൊന്നും വ്യക്തതയില്ല. അപ്പോൾ ഒരു പക്ഷേ ഈ തലാലിൻ്റെ കുടുംബം ഇതിന് ഒരുക്കമായാൽ പോലും അവിടുത്തെ മതപരമായ സാഹചര്യം എത്രത്തോളം അനുകൂലമാകും, പ്രത്യേകിച്ച് ഈ ഗോത്ര വിഭാഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത് പറയുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഒരു ഘട്ടത്തിൽ അത് പറയുക എന്ന് പറയുന്നത് സത്യത്തിൽ അതായത് ഇവിടെ ഈ നിമിഷ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട വ്യക്തിയും അവരുടെ മതവും അത് തന്നെയാണ് ഈ നിയമത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് നിയമത്തിൻ്റെ മുന്നിലുള്ള തുല്യത എന്ന് പറയുന്ന ഒരു വിഷയം. അത് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇസ്ലാമിൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല വരുന്നത്. അവിടെ കാഫിറും അതല്ലെങ്കിൽ വിശ്വാസിയും എന്ന് തമ്മിലുള്ള ഒരു വേർതിരിവ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു വിഷയത്തിൽ ഇരുകൂട്ടരും, അതായത് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഇതിനകത്ത് ഇരയായിട്ടുള്ള ആളും അല്ലെങ്കിൽ ഇതിനകത്ത് കുറ്റക്കാരനായിട്ടുള്ള ആളും രണ്ടും ഒരേ മതത്തിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് കുറേ കൂടി എളുപ്പമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ രണ്ടുപേരും മുസ്ലിം ആയിരുന്നുണ്ടെങ്കിൽ ഇതിൽ മാപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല വരുന്നത്. കാരണം ഇവിടെ ഇരയുടെ സ്ഥാനത്ത് ഒരു മുസ്ലിമും കുറ്റം ചെയ്ത വ്യക്തി ഒരു മുസ്ലിം അല്ലാത്ത വ്യക്തിയും ആകുമ്പോൾ അവിടെ ഈ ക്ഷമ അല്ലെങ്കിൽ ഈ പണം സ്വീകരിച്ചുകൊണ്ട് ഇതുപോലെ ദയ ഇതിൽ ചോദിച്ചു വാങ്ങുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന സംഗതിയായിട്ടല്ല വരിക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചില കമന്റുകൾ ഇവിടെ കണ്ടത്, സഹോദരന്റെ ബ്ലഡ് ഇതുപോലെ വിറ്റ് കാശാക്കുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പോലും വരുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതാണ് നമ്മളിവിടെ പറയേണ്ടി വരുന്നത്. ഈ നിയമത്തിന്റെ പ്രശ്നം ഇങ്ങനെയുള്ളതുണ്ട്. പക്ഷെ നമ്മളിതിപ്പോൾ പച്ചയ്ക്ക് ഇവിടെ പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു കൺസൾട്ടഡ് ആയിട്ട് ഇതിൽ നിലകൊണ്ട് ഇതിനകത്ത് ഒരു ഗുണമുള്ള നിലയിലേക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതെല്ലാം ചർച്ചയാക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ. അവിടെയാണ് നമ്മളതിനെ നെഗറ്റീവായല്ല, സ്വാഭാവികമായും പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ പ്രതിസന്ധികളെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ കൗൺസിലും നേരിടാൻ പോകുന്ന പ്രതിസന്ധികളാണ് നമ്മൾ പറയുന്നത്. അതിനെ മാറ്റി നിർത്തേണ്ടതില്ല. അതിലൊരു കാര്യമാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതായത് ഇതിങ്ങനെ പറയേണ്ടി വരുമ്പോൾ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി, അവിടെയാണ് ഈ കാന്തപുരത്തോട് നമുക്ക് വിയോജിക്കേണ്ടി വരുന്നത്. കാരണം ഇത്
ഈ ഒരു വിവരം ലഭിക്കുന്ന അവസ്ഥ മറ്റുള്ള ആളുകൾക്കുണ്ടായിട്ട് അവരിത് പരസ്യപ്പെടുത്തുകയോ ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയോ ചെയ്യാത്തടുത്ത് സ്വന്തം ലെറ്റർ പാഡ് പോലും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് ആ പേര് പരസ്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു വലിയ ചർച്ചയാവുകയും അവിടെയാണ് ഈ പറയുന്ന വഴിവിട്ട ചർച്ചകളിലേക്ക് ഇത് പോകുന്നത്. അല്ല, മീഡിയ അത് ഇത് ഒരു ഏറ്റെടുക്കുന്ന പക്ഷേ ഒരു ഒരു അവസ്ഥ അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വന്നാൽ അത് കൂടുതൽ ആളുകൾക്ക് ഒരു ആശ്വാസകരമാകട്ടെ എന്ന നിലയിലും ആകാമല്ലോ. അല്ല, അത് ഏത് രീതിയിലാണ് ആശ്വാസമാകുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതിലെ ഫൈനൽ ആശ്വാസം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ കുടുംബത്തെ കൺവിൻസ് ചെയ്ത് ഇതിനകത്ത് ഈ ബ്ലഡ് മണി സ്വീകരിച്ച് ഇതിനകത്തൊരു വിടുതൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇതിനകത്ത് ആശ്വാസമാകുന്നുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇത് ആശ്വാസമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇതൊരു ഏർലി സെലിബ്രേഷൻ ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, കാരണം അവിടെ അവിടെ ഞാൻ സെലിബ്രേറ്റ് സംശയമായി ചോദിക്കുന്നത്, ഇപ്പം നമുക്കറിയാമല്ലോ നിമിഷപ്രിയ എന്നത് പൊതുവെ മലയാളികൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിൽ നിരവധിയായ മലയാളികൾ ഉണ്ടെങ്കിലും നിമിഷപ്രിയ കേസിന് ഒരു പ്രത്യേക സ്വഭാവമുള്ളതുകൊണ്ട് പൊതുസമൂഹം മുഴുവൻ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണുന്നു. അതിനിടയിലാണ് വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ നിമിഷം അതിൽ നിന്നൊരു ആശ്വാസം ലഭിച്ചു അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു എന്ന വിവരം പുറത്തേക്ക് വന്നതിന് നമുക്ക് അങ്ങനെ ഒരു ക്രെഡിറ്റ് എടുക്കലായി കണക്കാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനെ മാത്രമായിരുന്നു ആ വിവരം വന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രെഡിറ്റ് എടുക്കലായിട്ട് നമ്മൾ അതിനെ വ്യാഖ്യാനിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇത് പുറത്തേക്ക് വന്നത്. ഇത് ഇന്ന വ്യക്തി മാത്രമാണ് ഇതിനകത്ത് പങ്കെടുത്തത്, ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ആകെ പ്രശ്നമാകുമായിരുന്നു എന്നുള്ളൊരു നറേറ്റീവ് ഒരു വശത്തും, അതല്ല മറ്റൊരു വശത്ത് സ്വന്തം ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി തന്നെ ഈ ലെറ്റർ പാഡ് ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിവിശേഷം മറുവശത്തും ഉണ്ടാകുമ്പോൾ അവിടെയാണ് ഈ അൺഡ്യൂ ആയിട്ടുള്ള ഒരു സംഗതി അവിടെ ശ്രദ്ധയപ്പെടുന്നതും അതിൻ്റെ പേരിലുള്ള ചർച്ചകൾ ഇവിടെ രൂപപ്പെടുന്നതും. അവിടെയാണ് ഇത് ഇനി അങ്ങനെ ഒരു പ്രശ്നം ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ മാധ്യമങ്ങൾ നിശബ്ദരായി പോയത്? അവർ തന്നെ സ്വയം അതിനെ തിരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഇതിലെന്തോ കുഴപ്പം പറ്റിപ്പോയി, ഒരു അപക്വമായ രീതിയിൽ അതിനകത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിപ്പോയി എന്നുള്ളത് മാധ്യമങ്ങൾക്ക് പോലും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പല മാധ്യമങ്ങളും പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊന്ന് ടോൺ ഡൗൺ ചെയ്തത്. അത് അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ, അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളത് തന്നെയാണ്. ശ്രീ മനു, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി. അപ്പോഴും ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരിഫ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പക്വമായ നിലപാട് എടുക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. കാരണം കേന്ദ്ര സർക്കാർ ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധിയാണ്. അവിടെ മതമോ ജാതീയമോ രാഷ്ട്രീയമോ ഒന്നും ഘടകമല്ല. ഇന്ത്യ എന്ന രാജ്യം ആണ് മറ്റൊരു രാജ്യവുമായി ചർച്ചയ്ക്ക് നിൽക്കുന്നത്. സ്വാഭാവികമായും ഡോക്ടർ മോഹൻ വർഗീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രഹസ്യ സംവിധാനങ്ങൾ ഉണ്ട്. അതനുസരിച്ച് ഏത് തരത്തിലുള്ള ചർച്ചയാണ് നടക്കുക എന്നതൊന്നും കേന്ദ്രത്തിന് അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല നിമിഷപ്രിയയുടെ അമ്മയുടെ പ്രതികരണം പലപ്പോഴും വരാറുള്ളത് കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുന്നുവെന്നും എല്ലാ സഹായവും നൽകുന്നു എന്നുമാണ്. അവിടെ നിയമോപദേശത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ അത്തരം നീക്കങ്ങൾ നടന്നപ്പോൾ തന്നെയാണ് ഈ വധശിക്ഷ 16-ാം തീയതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന ഉത്തരവും പുറത്തു വന്നത്. അതിപ്പോൾ മരവിപ്പിച്ച് നിർത്തുന്നു. അതിൽ ആരുടെയൊക്കെ ഇടപെടലുകൾ ഉണ്ട് എന്നതൊക്കെ ഇപ്പോഴും അവ്യക്തമാണ് എന്നതാണ് വസ്തുത, മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുമ്പോഴും. എന്തായാലും നിലവിൽ ഒരു നിർദ്ദേശം ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ആക്ഷൻ കൗൺസിൽ പറയുന്നത് അവിടെ ചില പ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അത് എത്രത്തോളം കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഒന്ന്, ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. സ്വിച്ചിട്ടതുപോലെ ഒന്നും സംഭവിച്ചതല്ല. തുടർച്ചയായി നമ്മൾ ഈ ഇന്ത്യൻ സർക്കാര്, ഭാരത സർക്കാര് ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളൊരു ആളാണ് അവിടെ, ഭാരതത്തിലുള്ള ഒരാളാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്, വധശിക്ഷ നേരിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും വൈകാരികമായ അന്തരീക്ഷം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള ഗുണകരമായ ശ്രമങ്ങൾ ഉണ്ടാവുന്നത് സ്വീകാര്യമാണ്, ശ്ലാഘനീയവുമാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിൽ തന്നെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പക്വമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളത് തിടുക്കത്തിൽ സ്വീകരിക്കുക സാധ്യമല്ല. പക്വമായ നിലപാടുകൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെതായ ചില ചർച്ചകൾ നടക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇവിടെ മനു അങ്ങനെ തിടുക്കമെന്ന് പറയാൻ സാധിക്കുമോ? ഇത് എത്രയോ വർഷമായി നടക്കുന്ന ഒരു വിഷയമാണ്. എത്രയോ വർഷമായി നിമിഷപ്രിയ ജയിലിലാണ്. ഈ ശിക്ഷ വിധിച്ചതിന് ശേഷവും കാലങ്ങളായ പശ്ചാത്തലമാണല്ലോ ഉള്ളത്. അല്ല, അങ്ങ് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ, ഈ ഭാരതത്തിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവമേ അല്ല ഇത്. ഇതിന്റെ ഗൗരവം എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ്. ലോകത്തിലെ പല ഐക്യരാഷ്ട്രസഭയോടുകൂടി പോലും സഹകരിക്കാത്ത ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രശ്നമാണ്. എന്നിട്ട് പോലും സാധ്യമായ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്ര അവർ പോലും
കേന്ദ്ര സർക്കാരിന് ഇതുവരെ ചെയ്ത എല്ലാത്തിനും നന്ദി ചെയ്ത് പറഞ്ഞു. ചിലതെല്ലാം കേന്ദ്ര സർക്കാർ അങ്ങ് പറഞ്ഞതുപോലെ പരസ്യമായി പറയുക സാധ്യമല്ല. കാരണം ഒരു തീവ്രവാദ പ്രദേശത്ത് കുറെ പേരുള്ള ഒരു പ്രദേശത്താണ് ഇത്തരം സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അവിടെയാണ് നിമിഷപ്രിയ അകപ്പെട്ടിട്ടുള്ളത്. അവരുടെ നിയമ സംവിധാനത്തിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവിടെ ആ ഭാരതത്തിലുള്ള ആ പൗരയെ തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിലപാടുകൾ എന്താണ്? ഇവിടെ നിന്ന് 10 പേരെ കയറ്റിവിടുന്നതിന്റെ പ്രശ്നമല്ല. ഈ പോകുന്ന 10 പേരും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നാളെ അവിടെ പോയി എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ്. നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമായി ഇനിയും നമ്മൾ അവിടെ പോയി പെട്ടാൽ ചൂണ്ടിക്കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. നമ്മുടെ അതിർത്തിക്കുള്ളിലോ പരിധിക്കുള്ളിലോ ഉള്ള വിഷയമല്ല. അപ്പോൾ അവിടേക്ക് ഒരു ശ്രമം നടത്തുമ്പോൾ, പരിശ്രമം നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ സമയമെടുത്ത് കൃത്യമായി ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള വിഷയമല്ല. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമുക്കിപ്പോഴും പ്രതീക്ഷയുള്ളത്. അതാണല്ലോ നമുക്ക് ആശാവാദമുള്ളത്. അതുകൊണ്ടാണല്ലോ വധശിക്ഷ നീട്ടിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആരുടെയൊക്കെയാണ് ശ്രമങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ എതിർക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇന്ത്യക്കുള്ളിൽ നിന്ന് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അറിവൂടെ ആയിരിക്കണമല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കണമല്ലോ, കേന്ദ്ര സർക്കാരിന്റെ അറിവ് ഉണ്ടായിരിക്കണമല്ലോ. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ അറിവോട് കൂടിയാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചു, അവിടുത്തെ നിമിഷപ്രിയയുടെ അമ്മ അവിടെയുണ്ട്. അവിടെ നിയമപരമായ കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൂടെ തന്നെയുണ്ട്. നമുക്ക് എംബസിയുള്ള സ്ഥലമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ ഒരു എംബസിയുള്ള സ്ഥലം പോലുമല്ല. എന്നിട്ടും അവിടെ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം പരിശ്രമം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ ആശങ്കകൾ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകണമെന്നും, എന്നാൽ രാജ്യത്തിന്റെ നയതന്ത്രപരമായ കാര്യങ്ങളിൽ വീഴ്ചയുണ്ടാകാതെ പരിഹരിക്കുമെന്നും ഞങ്ങൾക്ക് ഏറെ പ്രതീക്ഷയുണ്ട്. ഇതുവരെ ചെയ്തതുപോലെ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. നമ്മൾ നീതി കിട്ടുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള സമീപനത്തിൽ എല്ലാവരും ഒരുപോലെ ഇടപെടലുകൾ നടത്തണം. അതിന് കേന്ദ്ര സർക്കാരിന്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. റൈറ്റ്, വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഈ സൂചിപ്പിക്കുന്ന പോലെ നയതന്ത്ര കാര്യാലയം ഇല്ല എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ്. അതോടൊപ്പം തന്നെ മതപരമായ വിഷയങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന, ഒരു പരിധിവരെയെങ്കിലും മത നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന നിയമ സംവിധാനം തന്നെയാണ് അവിടെ ഉള്ളത് എന്നതൊക്കെയാണ് കടുത്ത വെല്ലുവിളി. വളരെ പെട്ടെന്ന് പാനലിലേക്ക് തിരികെ എത്താം, ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ആ പ്രതിസന്ധി എന്ത് എന്നതുകൂടി ഈ അനാവശ്യ കമൻറ്റുകൾ ചെയ്യുന്നവർ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ കൂടുതൽ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോഴിതാ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിസന്ധിയാണ്. കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇവിടുന്ന് ഒരു ദൗത്യസംഘം പുറപ്പെട്ടാൽ അവരുടെ ജീവൻ പോലും സുരക്ഷിതമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത്തരം പ്രദേശത്തേക്കാണ് അവിടെ അയക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട് എന്ന് പശ്ചാത്തലം നിലനിൽക്കുക. ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ഈ സംവിധാനങ്ങളെ ഉപയോഗിക്കുക എന്നതിനപ്പുറത്ത് കൂടുതൽ സംഘടനകളെയോ പ്രതിനിധികളെയോ ഒക്കെ ഉൾപ്പെടുത്തുക എന്നതിൽ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന സംശയമാണ് ഇപ്പോഴും ശേഷിക്കുന്നത്. അഭിലാഷ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങൾ ഈ പറയുന്ന 2023 നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി അനുമതി ലഭിച്ച് കഴിഞ്ഞ 1 വർഷവും 3 മാസവുമായി നിമിഷയുടെ അമ്മ പ്രേമകുമാരി അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഇപ്പോൾ സുരക്ഷിതയാണല്ലോ. കഴിഞ്ഞ 1.25 വർഷമായി അവർ സുരക്ഷിതയായി താമസിക്കുന്നുണ്ട്. പ്രേമകുമാരിയെ താമസിപ്പിക്കുന്നത് സാമുവൽ ജെറോമാണ്. സാമുവൽ വർഷങ്ങളായി പിന്നെ അവിടെ താമസിക്കുന്ന, സനയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കുടുംബസമേതം താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെയുണ്ട്. അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയുണ്ട് താമസിക്കുന്നതിന് വേണ്ടി. അവിടെ വിസയുണ്ട്, അനുമതിയുണ്ട്. പിന്നെ അപ്പോ ഇത്തരത്തിൽ നിരവധിയായ ഇന്ത്യക്കാർ, എന്റെ അറിവിൽ തന്നെ ഏതാണ്ട് 1000-ലധികം ഇന്ത്യക്കാർ നിലവിൽ അവിടെ യമനിൽ തുടരുന്നുണ്ട്. അവർ തിരിച്ചു വരാം. അവർ ഈ ചർച്ചകളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങളിലേക്കോ കടക്കാത്തത് 2016 തൊട്ട് നിലനിൽക്കുന്ന യാത്രാവിലക്കിന്റെ ഭാഗമായി അവർ പുറത്തു വരികയാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് കേന്ദ്ര സർക്കാർ റദ്ദാക്കുമെന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. പക്ഷെ അതേസമയം 1000-ലധികം ഇന്ത്യക്കാർ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഡെലിഗേഷൻ പോകുന്ന സമയത്ത് മാത്രം എങ്ങനെ പ്രയാസം ഉണ്ടാകുന്നു? അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ എംബസി ഇല്ല, മിഷനുകൾ ഇല്ല എന്ന് പറയുമ്പോൾ നിമിഷയുടെ അമ്മയെ കൊണ്ടുപോകുന്നത് നാഫ എന്ന് പറയുന്ന അവിടുത്തെ താൽക്കാലിക എംബസി ഉദ്യോഗസ്ഥനാണ്. അതിന്റെ ഫോട്ടോഗ്രാഫുകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നതാണല്ലോ.
ബദർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവിടെ പ്രാദേശികമായിട്ടുള്ള, അങ്ങനെ എംബസി ഉണ്ടല്ലോ അവിടെ പ്രാദേശികമായി, അവിടെ ഒരു എംബസി, പിന്നെ നമ്മുടെ ഒഫീഷ്യലി എംബസി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ എംബസി കെട്ടിടത്തിനകത്ത് നിന്ന് പ്രാദേശികമായിട്ടുള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഈ US ഉൾപ്പെടെയുള്ള UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വീണ്ടും തങ്ങളുടെ പൗരന്മാർക്ക് അവിടെ പോകാനുള്ള പിന്നെ അവകാശം കൊടുക്കുന്നുണ്ടല്ലോ, അവിടെ പോകുന്നുണ്ടല്ലോ, അവിടെ അവരുമായി പിന്നെ വ്യാപാര ബന്ധം ഉൾപ്പെടെയുള്ള ബന്ധങ്ങൾ. അപ്പൊ പഴയ അവസ്ഥയിൽ നിന്ന് മാറി പിന്നെ ഒരു നോർമലൈസ് ചെയ്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ശരിയാണ്, നേരത്തെ 2016 തൊട്ട് 15 തൊട്ട് സിവിൽ വാർ നടന്നിരുന്ന സ്ഥലമാണ്, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ആ രാജ്യത്തിന്റെ സാഹചര്യം മാറുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് പോകണമെന്ന് ഒരു വാശിയുമില്ല. ഞങ്ങൾ 2022 ആദ്യത്തെ കേസ് തൊട്ട് ഞങ്ങൾ പറയുന്നത് ഇത് പൂർണ്ണമായും, ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ചില കോടതിയിൽ വരുന്ന സമയത്ത് അതിനകത്ത് ചില ഇഫ്സ് ആൻഡ് ബട്ട്സ് വരുന്ന സമയത്ത് ഇങ്ങനെ ബുദ്ധിമുട്ട്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ആദ്യത്തെ ദിവസം വന്നപ്പോൾ അറ്റോർണി ജനറൽ പിന്നെ നടത്തിയ സബ്മിഷനുകൾ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾക്കകത്ത് വാർത്തയായത്. അപ്പൊ ആ വാർത്തകൾ വരുമ്പോൾ അതൊരു ആശങ്കാജനകമാണ്. പൂർണ്ണമായ കോൺഫിഡൻസോട് കൂടി കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു, ഈ മിഷൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ക്ലെയിമുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാ പിന്നെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങൾ നിൽക്കും. അതിനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ എടുക്കും. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, അങ്ങനെയൊരു കോൺഫിഡൻസോടുകൂടി നിലപാട് അറിയിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിന് സാധിക്കുമോ? ശ്രീ അഭിലാഷ്, ഒരു കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആക്ടറാണ്. ഒരു സ്റ്റേറ്റ് ആക്ടർ ഒരു കാര്യം പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. വ്യക്തികളോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ പറയുന്നത് പോലെയല്ല. അതുകൊണ്ട് കൃത്യമായി ഒരു നിലപാടെടുത്ത് ഒരു ഔപചാരികമായ ഒരു കേന്ദ്ര സംഘത്തെ അല്ലെങ്കിൽ ഒരു 6 അംഗ സംഘത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന 2 പേര് എന്ന് പറയുമ്പോൾ അതിനൊരു ഔപചാരിക സ്വഭാവമുണ്ട്. ഇതുവരെ നടന്ന എല്ലാ ചർച്ചകൾക്കും അനൗപചാരിക സ്വഭാവമാണുള്ളത്, ഔപചാരികതയില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ അനൗപചാരികമായി തന്നെയാണ് യമനിലെ ആളുകളുമായി കേന്ദ്ര സർക്കാർ ഡെപ്യൂട്ട് ചെയ്ത ആളുകളുണ്ട്. അത് ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധമുള്ളവരല്ല, അവർ സംസാരിക്കുന്നുണ്ടാവണം. ഇതെല്ലാം ചേർന്ന ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് വ്യക്തമായി ഇപ്പോഴത്തെ നിലയിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായി പറയാനാവില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഔപചാരികമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓണർ ചെയ്യാൻ കേന്ദ്രം ബാധ്യസ്ഥമാകും. പക്ഷേ നോക്കൂ, ട്രാക്ക് റെക്കോർഡ് കൂടെ നോക്കണം. യമനിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ 2014-15 പ്രതിസന്ധി ഉണ്ടായപ്പോൾ 3200-ൽ പരം ഇന്ത്യക്കാരെയാണ് ഒരു പ്രത്യേക ഓപ്പറേഷനിലൂടെ നാട്ടിൽ കൊണ്ടുവന്നെന്ന് ഓർക്കണം. മറ്റ് രാജ്യങ്ങളുടെ 950ഓളം പേരെയാണ്, 41 രാജ്യങ്ങളുടെ പൗരന്മാരെ ഇന്ത്യൻ വിമാനങ്ങൾ ഇവാക്യുവേറ്റ് ചെയ്തുവെന്ന് ഓർക്കണം. അതുമാത്രം നിരന്തരമായി ഒരു ട്രാക്ക് 2 ഡിപ്ലോമസി അവിടെ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് പറയാനാവില്ല. കേന്ദ്ര സർക്കാരിന് സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ഈ ഏജൻസികളുടെ സഹായം ആവശ്യമാണ്, കാന്തപുരത്തിന്റെ സഹായം ആവശ്യമാണ്. ഇതെല്ലാം ചേർന്ന ഒരു കൺസേർട്ടഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മോചനം സാധ്യമാകൂ എന്ന നിലയിൽ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ശ്രീ മജീദ്, അങ്ങനെ ഒരു റിലീജിയസ് ഡിപ്ലോമസി അല്ലേ കൂടുതൽ പ്രാക്ടിക്കൽ ആവുക എന്നാണ് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെയെങ്കിൽ ആ സാധ്യതയെ തന്നെയാണ് തുറന്നിടേണ്ടത് എന്ന വലിയൊരു ശതമാനം ആളുകളും അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോഴും ശ്രീ ആരിഫ് സൂചിപ്പിച്ചതുപോലുള്ള വെല്ലുവിളികളെ നമുക്ക് തള്ളിക്കളയാനും സാധിക്കില്ലല്ലോ. ആരിഫ് ഹുസൈൻ അദ്ദേഹം ഏത് വീക്ഷണകോണിലൂടെയാണ് അത് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. കാരണം ഇതിന്റെ അകത്തുള്ള സങ്കീർണതകളെ കുറിച്ച് അദ്ദേഹം ബോധവാനാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ആ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ ആ സങ്കീർണതകളെ വ്യത്യസ്ത കോണുകളിലൂടെ പരിശോധിച്ചുകൊണ്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു നിർദ്ദേശ തത്വമാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഇതിനെ കാണേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന്, ഇതില് ഒരു ക്രെഡിറ്റ് എടുക്കുന്ന ഒരു ചുറ്റുപാട് വന്നത് കുറച്ച് ഓവറായി പോയി എന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ കാര്യത്തിൽ ചെയ്തത്, അദ്ദേഹം ഇതിൽ ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയത് ഈ ആക്ഷൻ കൗൺസിലിന്റെയും ചാണ്ടി ഉമ്മൻ MLA ഒക്കെ നിർദ്ദേശപ്രകാരം ഒരു ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയപ്പോ തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിപ്പിച്ചു നിർത്തി എന്ന ഒരു ഡിക്ലറേഷൻ മാത്രമാണ് കാന്തപുരം ഉസ്താദ് നടത്തിയിട്ടുള്ളത്. ബാക്കി ചർച്ചകൾ തുടർന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഈ വിവരങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിലപ്പുറമുള്ള ഒരു ടാസ്ക്, ഒരു ക്രെഡിറ്റബിലിറ്റി ഒന്നും കാന്തപുരം ഉസ്താദിന്റെ ഭാഗത്തുണ്ടായില്ല. ആരിഫ് ഹുസൈൻ സാർ അത് മനസ്സിലാക്കിയെടുത്തുള്ള അപാകതയാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റൊന്ന്, സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ ഇത് ഡിപ്ലോമാറ്റിക് ആയിരിക്കുന്ന ഒരു സെന്റർ അവിടെ ഇല്ലാത്തത് കൊണ്ട് പരിമിതികളുണ്ട് എന്ന്
സുപ്രീം കോടതിയെ കേന്ദ്ര ഗവൺമെന്റ് നേരത്തെ അറിയിച്ചതാണ്. റൈറ്റ്. ആ പരിമിതിയെ കണ്ടറിഞ്ഞത് കൊണ്ട് അതിനുശേഷമാണ് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിലേക്ക് ഈ സംഗതി വരുന്നത്. Right. ഇനി തുടർന്നും ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഫുൾ ദൗത്യം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്ന പക്ഷം യാതൊരു സംശയവുമില്ല അത് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതിന് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പരിമിതികളെ ഓർമ്മപ്പെടുത്തിയ കേന്ദ്ര ഗവൺമെന്റ് ആ പരിമിതികൾ ഒഴിവാക്കിയിട്ട് അത് നീങ്ങിയിട്ട് പുതിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലുണ്ട് എന്നും ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്നും ഈ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിഷയമായതുകൊണ്ട്, കുറെ കാലം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സംഭവമായതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഈ ആളുകളോട് പറയേണ്ടിയിരിക്കില്ലേ എന്നതാണ് എന്റെ ഒരു സംശയം. അത് ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും. ശ്രീ ആരിഫ്, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. താങ്കൾ കൈ ഉയർത്തുന്നത് കൊണ്ടാണ്. ഓക്കെ, അല്ല, ഇതിൽ ഈ വെല്ലുവിളികൾ ഉണ്ട് എന്ന് ഇത് നമ്മളിവിടെ പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിൽ സന്തോഷം. പക്ഷേ ഈ വെല്ലുവിളികൾ ഇത് കേന്ദ്ര ഗവൺമെന്റിനെ ബോധിപ്പിക്കുകയല്ല, ഇത് അവരെ ബോധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധിപ്പിക്കേണ്ടി വരിക ഇത് ആ ഫാമിലിയാണ്. അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി കാന്തപുരം ഇതിൽ ചെയ്തത് അറിയിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അറിയിക്കുന്നതിന് വാട്ടർമാർക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. അവിടെയാണ് ഈ ക്രെഡിറ്റിന്റെ ഇഷ്യൂ അവിടെ കടന്നു വരുന്നതും അതൊരു അനാവശ്യമായ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നിലപാടായിട്ട് മാറുന്നതും. അതിനെ നമ്മൾ വിമർശിക്കും. കാരണം ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങൾ അതിനേറ്റെടുത്ത രീതി അപലപനീയമാണ്. ഇന്ന് മാധ്യമങ്ങൾ അത് നിശബ്ദരായി പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഉൾക്കൊണ്ടിട്ടും കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നത്. തീർച്ചയായും മാധ്യമങ്ങളെ അടക്കം താങ്കൾ വിമർശിക്കുമ്പോൾ അങ്ങനെയൊരു ഞാൻ ആവർത്തിക്കുന്നു, മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തു എന്നതാ കാരണമായി പറയാൻ നമുക്ക് പറ്റുന്നത് ഇത് തന്നെയാണ്. അതായത് നിമിഷപ്രിയ എന്നത് വലിയ ചർച്ചയായി നിൽക്കുന്നു. 16-ാം തീയതി വധശിക്ഷ എന്നത് നിൽക്കുന്നു. പലപ്പോഴും ഇൻപുട്ടുകളടക്കം മാധ്യമങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം. ആക്ഷൻ കമ്മിറ്റി ആണെങ്കിൽ 2 തട്ടി നിൽക്കുന്ന പശ്ചാത്തലം. അതിനിടയിലായിരുന്നു ഈ ശുഭവാർത്ത പുറത്തേക്ക് വന്നത്. അത് മാധ്യമങ്ങൾ കോട്ട് ചെയ്താണ് നൽകാൻ പറ്റുമോ ആരിഫ്? കാരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ അത് കോട്ട് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത് ഒരു കൃത്യമായ ഒരു കോട്ട് ചെയ്ത് പറഞ്ഞത് ഈ ഒരു പശ്ചാത്തലത്തിലാണ്. ശരി, റൈറ്റ്. ആരിഫ്. അല്ല, അതിനെ നമ്മൾ മാനിക്കുന്നു. പക്ഷെ അപ്പോഴും അവിടെ പ്രശ്നം ഇതാണ്. അതായത് ഇവിടെ ആ രീതിയിലുള്ള ഒരു ആഘോഷത്തിനുള്ള ഒരു വഴിയും അവിടെ ഇല്ല സത്യത്തിൽ. കാരണം ഇതിന് യഥാർത്ഥ പ്രശ്നം ഇപ്പോഴും അൺസോൾവ്ഡ് ആണ്. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അത് അവിടെ മറക്കപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. പക്ഷേ അത് മാധ്യമങ്ങൾ മയപ്പെടുത്തിയത് പിന്നീട് ഈ പറഞ്ഞതുപോലെ ചേരി തിരിഞ്ഞുള്ള വാക്പോരുകളിലേക്ക്, പ്രതികരണങ്ങളിലേക്ക് പോയി എന്നതുകൊണ്ടാണ്. അത് ഒരു പരിധിവരെയെങ്കിലും ഈ മോചനത്തിനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുവെങ്കിൽ അതുണ്ടാകാതിരിക്കട്ടെ. സമയം അവസാനിക്കുകയാണ്. എങ്കിലും ശ്രീ മജീദ് വളരെ പെട്ടെന്ന്. ഇതിൽ കാന്തപുരം ഉസ്താദ് ഇത് ജനങ്ങളെ അറിയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു പക്ഷേ ഇതിലുള്ള ഒരു അസൂയാലുക്കളോ അല്ലെങ്കിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ഇതിനെ വെറുതെ പർവ്വതീകരിച്ചുകൊണ്ട് മറ്റു പല ലെവലിലേക്കും ചർച്ചകൾ കൊണ്ടുപോയതാണ് ഇവിടെ മറ്റു വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വിഷയം അദ്ദേഹത്തിന് ഏൽപ്പിച്ച ഒരു ടീമിനോടും അത് സമൂഹത്തിനോടും തൽക്കാലം ശിക്ഷ മാറ്റിവെച്ചിട്ടുണ്ട്, മരവിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അറിയിക്കുക മാത്രമാണെന്ന് പറയുമ്പോൾ അവിടെ വാട്ടർമാർക്കിന്റെ ആവശ്യമില്ല. ചെയ്തിട്ടുള്ളൂ. ആ വാട്ടർമാർക്കിന്റേത് അവിടെ അതൊരു വിഷയമല്ല. കാരണം വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എനിക്ക് നേരിട്ട് ഈ ഒരു ഉത്തരവിന്റെ കോപ്പി കിട്ടിയിരിക്കുന്നു, അത് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമുള്ള ഒന്നായി ഇതിനെ കണ്ടാൽ മതി. അതിലപ്പുറം ഇതിനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് സംശയം തോന്നുന്നത്. എന്തായാലും നമുക്ക് തർക്കിച്ച് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല എന്നതുകൊണ്ട് തന്നെയാണ് ശ്രീ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു 30 സെക്കൻഡിൽ അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ സൂചിപ്പിച്ചത് മാതിരി 5 വർഷത്തോളം ഇരുട്ടിൽ നിന്നിരുന്ന, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതിരുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു ശരിയായ ദിശാബോധം നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടൽ സാധിച്ചിട്ടുണ്ട്. ആ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ് ഇതിനെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ അതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചില പോരായ്മകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഫേസ്ബുക്ക് പേജിലൂടെ മാത്രം വിടുന്ന സമയത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു വാട്ടർമാർക്കിനെ നമ്മൾ വിവാദമാക്കേണ്ടതില്ല. വളരെയധികം നന്ദി. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ഇനിയും ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇനി കേന്ദ്ര സർക്കാരിന്റെ കൈകളിൽ ആണ് ഈ ഒരു ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ ആക്ഷൻ കൗൺസിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പരിമിതികളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ എന്ന ആ സംവിധാനമാണ് പരിശോധിക്കേണ്ടത്. അക്കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്യും. വീണ്ടും ആ ഘട്ടത്തിൽ നമുക്ക് വിഷയത്തിലേക്ക് തിരികെ എത്തേണ്ടി വരും. വളരെയധികം നന്ദി. ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.